സാധാരണ പ്രവർത്തകർക്ക് വലിയൊരു ചോദ്യമാണ്. അതിനിപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം തൃശ്ശൂരിലെ തോൽവിയെക്കുറിച്ച് പറയുമ്പം മുഖ്യമന്ത്രി പ്രതിരോധിക്കുന്നത് എങ്ങനെയാണ്? തൃശ്ശൂരിൽ പ്രതിരോധിക്കുന്നത് ഞങ്ങളെ വോട്ട് കുറഞ്ഞിട്ടില്ല, കോൺഗ്രസിൻ്റെ വോട്ട് പരിശോധിക്കും അല്ലേ? കോൺഗ്രസിൻ്റെ വോട്ട് എന്ന് പറയുന്നത് എക്കാലത്തും കോൺഗ്രസിൻ്റെ ഒരു 10-15% എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ അനുഭാവമുള്ള മനുഷ്യരാണ്. ആ അനുഭാവികളെ സംബന്ധിച്ച് അവർ സ്ഥിരമായിട്ട് എന്താ പറയുക, അവരൊരു ഒരു ഒരു ആടി ഒലഞ്ഞു നിൽക്കുന്ന ഒരു വിഭാഗമാണ്. അതേപോലെ ഒരു 5% CPM-നുള്ളത് അനുഭാവം. പക്ഷെ കോൺഗ്രസ് വരുമ്പോൾ അത് 15%. ലീഗ് വരുമ്പോഴും ഏകദേശം ഒരു 10-15% അതുണ്ട് അനുഭാവം. അവർ ചെറിയ പൊളിറ്റിക്കൽ ആംഗിൾ നോക്കിയിട്ട്, എന്നാൽ ഈ പറയുന്ന കോൺഗ്രസിനോടും ലീഗിനോടും ഒക്കെ താല്പര്യമുള്ളവർ. പക്ഷെ അതിൽ CPM-ൻ്റെ കാര്യത്തിൽ വളരെ കുറവാണ്. അപ്പോൾ പൂരം കലക്കിയപ്പോൾ ആരാ വോട്ട് ചെയ്ത്? CPM-ൻ്റെ അനുഭാവികൾ CPM-ന് വോട്ട് ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് പഴയ വോട്ടുണ്ട് തന്നെ. എത്ര ലക്ഷം വോട്ടോടെ കൂടി? ആ കൂടിയ വോട്ടിനൊരു വോട്ട് കിട്ടിയിട്ടില്ലല്ലോ. ആ വോട്ട് അങ്ങോട്ട് പോയി, BJP-ക്ക് പോയി. പിന്നെ കോൺഗ്രസിൻ്റെ അനുഭാവ വോട്ടും പോയി. അപ്പം കമ്മ്യൂണിസ്റ്റുകാരോട് വോട്ട് മാറ്റി ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ കറക്റ്റാണ്. സാധാരണ പ്രവർത്തകരോട് പറയാൻ കഴിയില്ല. ബ്രാഞ്ച് അല്ലെങ്കിൽ ഒരു പാർട്ടി മെമ്പറോട് നിങ്ങൾ പോയിട്ട് നിങ്ങൾ BJP-ക്ക് വോട്ട് ചെയ്യണമെന്ന് പാർട്ടിക്ക് അറിയാൻ കഴിയില്ല. പക്ഷെ ഒരാരുടെ പറയാം. ഇപ്പം ഇവിടെ എത്ര വോട്ടാ വേണ്ടത്? ഇവിടെ 20,000 വോട്ടാ വേണ്ടത്. 10 പാർട്ടി കേഡറിനോട് പറഞ്ഞാൽ മതി. 5 പാർട്ടി കേഡറും ഭാര്യയും വോട്ട് ചെയ്താൽ മതി, BJP ജയിക്കും ഒരു ബൂത്തിൽ. അത്ര നിസ്സാരമാണ്. ഇനി അവർക്ക് മക്കളുണ്ടെങ്കിൽ അതും ചെയ്യാം. 3 വോട്ടായാൽ എത്ര വോട്ട് ചെയ്യണം? ഒരു 3 സഖാക്കളിൽ ആ കുടുംബത്തിൽ നിന്ന് ഉണ്ടായാലും എന്തായി? BJP ജയിച്ചു. അതവർ ഓർഗനൈസ് ചെയ്യും. അതേ ഓർഗനൈസ് ചെയ്യാൻ കഴിയുള്ളൂ. അയാൾ അതിന്റെ പ്രസിഡന്റും ആയോ? DMK-ന്റെ പ്രസിഡന്റ് മുമ്പിൽ ഏറ്റെടുത്തോ? അല്ല, കേരളത്തിലെ DMK-ന്റെ സെക്രട്ടറി വേറെ വ്യക്തിയാണ്, മുരുകേശനാണ്. താൽക്കാലിക ചുമതല ഏറ്റോ? അത് ഏറ്റിട്ട് അദ്ദേഹം പറയുകയാണെങ്കിൽ കറക്റ്റാ. എനിക്കറിയില്ല. ഏത് പരാതിയാ? ഓക്കെ മനസ്സിലായി. അല്ല, ഇനി തിരുവനന്തപുരത്തേക്ക് പോകുമോ? പിന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് കത്ത് തന്നിട്ടുണ്ട് കേട്ടോ. സോറി, പാർട്ടിയിൽ നിന്നല്ല. അതായത് ഒരു മിനിറ്റ്. പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് ആദ്യം എനിക്ക് നമ്മുടെ സീറ്റ്, നിങ്ങളുടെ ഇരിപ്പിടം ഇന്ന സ്ഥലത്ത് നിന്ന് പ്രതിപക്ഷ ബ്ലോക്ക് നിൽക്കുന്ന അതിൻ്റെ നമ്പറാണ്, പ്രതിപക്ഷ ബ്ലോക്ക് എന്ന് പറയുന്നില്ല, അതിലേക്ക് മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഇൻറ്റിമേഷനായിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ ബ്ലോക്കിലേക്ക് എന്നെ മാറ്റിയത് എന്ന് ചോദിച്ചിട്ട് നമ്മൾ സ്പീക്കർക്ക് കത്ത് കൊടുത്തിരുന്നു. അതിന് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. ഇന്നലെ അതിൻ്റെ മറുപടി വന്നു. ആ മറുപടിയിൽ പറഞ്ഞിരിക്കുന്നത് പാർലമെൻ്ററി പാർട്ടി ലീഡർ എന്ന് പറയുന്നത് TP രാമകൃഷ്ണൻ MLA ആണ്. അദ്ദേഹം നൽകിയ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ മാറ്റിയെന്ന് പറഞ്ഞ് പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് തന്നെ ഔദ്യോഗികമായി പുറത്താക്കിയിട്ടുണ്ട്. എൻ്റെ ഫോൺ എടുത്ത് അതെ അതായി പറഞ്ഞത്. ഇല്ല, ഞാൻ കത്തിപ്പ് തരാം. അത് ആരാ പറഞ്ഞിരിക്കുന്നത്? അല്ല, അത് വേറെ. ഞാൻ ചോദിച്ചത് എന്തിനാണ് എന്നെ മാറ്റിയതെന്നാണ്. ഇത് വേറെ ആയിരിക്കും, അത് ശരിയായിരിക്കും. അല്ല, ഞാൻ പറയുന്ന ഇരിപ്പിടം തരണ്ട. ഏതെങ്കിലും ഒരു ഇരിപ്പിടം എനിക്കുണ്ടോ? ഞാൻ സത്യത്തിൽ നല്ലൊരു തോർത്തുമുണ്ട് വാങ്ങി വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഇരിപ്പിടം അല്ലെങ്കിൽ എവിടെയൊന്നും ഇരിക്കണ്ടേ. അപ്പൊ തോർത്തുമുണ്ട് കൊണ്ടുപോണ്ട, ഇരിപ്പിടം ഉണ്ട്. ഓക്കെ, അതെ, അത് ചെയ്യാം. എന്നെ ഇവിടെ പ്രസംഗിക്കുക മാത്രമല്ല, എനിക്കൊരു ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് കിട്ടണമല്ലോ. മാത്രമല്ല, എനിക്ക് ഇനി സ്വതന്ത്ര നിലപാട് സ്വീകരിക്കാം. ഇനി ഈ പറയുന്ന മറ്റേ വിഷയത്തിൽ ഞാൻ വരില്ല. ഏതിൽ എന്താ പറയുക, അയോഗ്യത വരുന്ന കുന്തണ്ടല്ലോ, എന്താ പറയുക, കൂറുമാറ്റ നിരോധന നിയമത്തിലേ വരില്ല. എന്നെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പോലെ ഒഴിവാക്കി. ബഹുമാനപ്പെട്ട സ്പീക്കർ സാഹിബിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഇരിക്കണല്ലോ. അവിടെ ഒഴിഞ്ഞ് കുറേ ബെഞ്ചുണ്ട്. കാരണം 140 സീറ്റാണ് MLA-മാരപ്പോൾ ഉള്ളത്. വരാനിരിക്കുന്ന ഭാവിയും കൂടി കണ്ടിട്ട് ഒരു 10-60 സീറ്റും കൂടെ അവിടെ നിങ്ങൾ കാണുന്ന എക്സ്ട്രാ ഉണ്ടല്ലോ. അത് എവിടെയെങ്കിലുമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം.